ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता श्रीविशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगपते गोपेश गोपिका कान्द राधा कान्द नमोस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपदाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കുന്നത് ഭഗവത്ഗീത സിറ്റീസ് ചാപ്റ്റർ 9 ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളേജ്. ഗുഹ്യതമം, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം അല്ലെ? എന്താണ് ഗുഹ്യം എന്ന് പറഞ്ഞാൽ? ഗുഹ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്രട്ട് എന്നാണ്. കോൺഫിഡൻഷ്യൽ, കോൺഫിഡൻഷ്യൽ, സീക്രട്ട്. യെസ്. ഗുഹ്യതരം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള സീക്രട്ട്. മോർ കോൺഫിഡൻഷ്യൽ. ഗുഹ്യതമം എന്ന് പറഞ്ഞാലോ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ. അപ്പൊ ഭഗവാൻ നമുക്ക് ഈ അധ്യായത്തിലൂടെ തരാൻ പോകുന്ന നോളജ് മോസ്റ്റ് കോൺഫിഡൻഷ്യൽ. ഇതിലപ്പുറത്തൊരു നോളജ് ഇല്ല. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞു എന്നർത്ഥം. അതും അതിന്റെ പ്രധാനപ്പെട്ട ആ ഒരു പോർഷനിലാണ് വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയുടെ എക്സാക്ട്ലി മിഡിൽ, 9th 18 ചാപ്റ്ററിൽ 9ാമത്തെ. അപ്പൊ അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് അതിനെ വെച്ചിരിക്കുന്നത്. നമ്മളുടെ പൈസ, സ്വത്ത്, സ്വർണം ഇതൊക്കെ നമ്മളെവിടെ വെക്കുക? ഒരു ചെറിയൊരു പെട്ടിയിൽ വെച്ച്, അത് വേറൊരു പെട്ടിയിൽ വെച്ച്, അത് വേറൊരു പെട്ടിയിൽ വെച്ച്, പിന്നെ അത് സേഫിൽ കൊണ്ടുപോയി വെക്കും, അൾട്രാ സേഫ് ആയിട്ടല്ലേ? അതേപോലെ ഭഗവാൻ ഈ ഗുഹ്യതമമായിട്ടുള്ള മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് അത്രയും പ്രൊട്ടക്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്, പക്ഷെ ആർക്കും അറിയൂല ഇല്ലേ? അങ്ങനത്തെ ഒരു കടങ്കഥ പോലെയാണത്. ഇത് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്, പക്ഷെ ആർക്കും ഇത് അറിയൂല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇതിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? ഇതിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ് ഭഗവാൻ കൊടുത്തിരിക്കുന്നത്? ആരുടെ കയ്യിലാണ് താക്കോൽ കൊടുത്തിരിക്കുന്നത്? ഇതിന്റെ ഗുഹ്യതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഈ അറിവിന്റെ താക്കോൽ ആരുടെ കയ്യിൽ മാത്രമേ കൊടുത്തിരിക്കുന്നു? ഡിവോട്ടീസിന്റെ കയ്യിൽ, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരുടെ കയ്യിൽ മാത്രമേ കൊടുക്കൂ. ബാക്കി എല്ലാവർക്കും എക്സസ് ഉണ്ട്, വായിക്കാം, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. ഭഗവാൻ ആരാണോ പൂർണ്ണമായിട്ടും സമർപ്പണ ഭാവത്തോട് കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുന്നത്, ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരാണ്. അവർക്ക് മാത്രമേ ഇതിന്റെ ആ ക്രക്സ്, ഇതിന്റെ തത്വം, ഇതിന്റെ രസം മനസ്സിലാവും. മറ്റുള്ളവർക്ക് ആ ഉപരിതലത്തിലൂടെ അവര് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴത്തിൽ ചെല്ലുമ്പോഴേ നമുക്ക് മൊത്തം പവിഴങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ്, അതുകൊണ്ടാണ് ഭഗവാൻ ഇതിന് അത്രയും ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട ആ സ്വത്ത് എങ്ങനെ നമ്മൾ സംരക്ഷിക്കുന്നു, അതേപോലെ ഇതിനെ സംരക്ഷിച്ചു വെച്ചിരിക്കും.
അപ്പോൾ 9th ചാപ്റ്റർ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ് ആണ്. എന്നാലും എല്ലാവർക്കും അത് അവൈലബിൾ ആണ്. ഇപ്പൊ ആ കോൺഫിഡൻഷ്യൽ നോളജ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ശുദ്ധഭക്തന്മാരുടെ കീഴിൽ, ശുദ്ധഭക്തന്മാരുടെ സ്ഥലത്തു നിന്ന് നമുക്ക് ഈ നോളജ് കിട്ടിയാലേ നമുക്ക് അതിന്റെ എസൻസും അതിന്റെ രസവും അതിന്റെ തത്വവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ 9th ചാപ്റ്റർ ദ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ നോളജ്. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനം സഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. ശ്രീ ഭഗവാനുവാച ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. കൃഷ്ണ സിമി മാതാജി. Hare Krishna Prabhuji. Shri Bhagavanuvacha idam tu te guhyatamam pravakshami anasuyave jnanam vijnana sahidam yajnatva mokshasye shubhat. Parmarada Mataji, translation. Hare Krishna. The Supreme Personality of Godhead said, "My dear Arjuna, because you are never envious of me, I shall impart to you this most confidential knowledge and realization, knowing which you shall be relieved of all the miseries of material existence." Haribo. The Supreme Personality of Godhead said, "My dear Arjuna, because you are never envious of me, I shall impart to you this most confidential knowledge and realization, knowing which you shall be relieved of the miseries of material existence." അപ്പോ ഈ മോസ്റ്റ് കോൺഫിഡൻഷ്യൽ, ഈ ഗുഹ്യതമമായിട്ടുള്ള അത്രയും പ്രധാനപ്പെട്ട ഈ വിദ്യ, ഈ അറിവ്, ഈ ജ്ഞാനം അർജുനന് പറഞ്ഞു കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? എന്താണ് ഭഗവാൻ പറയുന്നത്? എന്തുകൊണ്ടാണ് അർജുനൻ ഈ ജ്ഞാനത്തിന്റെ അർഹനായിട്ട് നിൽക്കുന്ന കാരണം എന്താണ്? അനസൂയവേ, അസൂയില്ലാത്തത് കൊണ്ട്. അനസൂയവേ, യു ആർ നെവർ എൻവിയസ് ഓഫ് മീ. നമുക്ക് ഭഗവാനോട് എൻവിയസ് ഉണ്ടോ? ജലസ് ഉണ്ടോ? നമുക്കുണ്ടോ? ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എത്ര നന്നായിട്ട് മനസ്സിലാവുമായിരുന്നു. നമുക്ക് ഭഗവാനോട് അസൂയുണ്ട്. ആ അസൂയ കാരണം നമ്മൾ ഈ ഭൗതിക ലോകത്തിലുള്ളത്. ആ അസൂയക്കുള്ള ചെറിയൊരു എക്സാമ്പിൾ നമ്മുടെ തലത്തിൽ എങ്ങനെയാണ് നമുക്ക് ഭഗവാനോട് അസൂയ ഉള്ളത്? എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും? എന്റെ കണക്കിൽ എനിക്ക് അസൂയില്ല. നമുക്ക് മാതാജിക്ക് അസൂയ ഉണ്ടെന്നല്ല പറയണേ. എന്തിലാണ് അസൂയ? അതായത് ഞാൻ പറയാം എനിക്ക് അസൂയില്ല എന്ന്. പക്ഷെ ബാക്കി എല്ലാവരും ഭഗവാന്റെ അംശങ്ങളല്ലേ. തീർച്ചയായിട്ടും എനിക്ക് വേറൊരു വ്യക്തിയുടെ അടുത്ത് അസൂയ കാണും. എന്തായാലും ഒരു രീതിയില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതും ഭഗവാനോടുള്ള അസൂയക്ക് തുല്യമാണ്. എക്സാക്ട്ലി. ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് വിഡ്രോ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഞാനത് വെറുതെ പറഞ്ഞാണ്. ഇനി എല്ലാവർക്കും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അസൂയ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി നമുക്ക് അസൂയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നുപെട്ടിരിക്കുന്നത്. ഈവൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തു എന്നുള്ള ചെറിയൊരു പ്രൈഡ് എവിടെയെങ്കിലും ഒളിഞ്ഞു നിൽക്കുന്നില്ലേ? എത്ര നല്ല പ്രാക്ടീസിങ് ഡിവോട്ടി ആണെങ്കിലും ഇത് ഞാൻ കാരണമാണ് നടന്നത്, ഞാൻ കാരണമാണത്. ആക്ച്വലി ഞാൻ ഒരു നിമിത്തം മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ ക്രെഡിറ്റ് അടിച്ചു മാറ്റുന്ന ആരാണ്? ഭഗവാന് കിട്ടേണ്ട ക്രെഡിറ്റിനെ അടിച്ചു മാറ്റുന്നത് ഞാൻ. അപ്പൊ അതെന്താണ്? അസൂയാണ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഭഗവാന്റെ ആ പൊസിഷൻ ഞാൻ എടുക്കുന്നു. അത് അസൂയല്ലേ? ഭഗവാനാണ് ചെയ്യുന്നത്, നമ്മളെ ഒരു നിമിത്തം മാത്രമാക്കുന്നു. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു. ആ സഹായം ചെയ്യാനുള്ള നല്ല മനസ്സ് എനിക്കുണ്ടായി, ഓക്കെ ഗുഡ്. പക്ഷെ അതിനെ പൂർത്തീകരിക്കുന്നത് ആരാണ്? ഭഗവാനാണ് സാങ്ഷൻ ചെയ്യുന്നത്. ഭഗവാൻ സാങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് എത്ര നല്ല മനസ്സുണ്ടായാലും ശരി ആ സഹായം നടക്കില്ല. അപ്പൊ ആക്ച്വൽ ക്രെഡിറ്റ് പോകേണ്ട ആരാണ്?
ആക്ച്വൽ ക്രെഡിറ്റ് ഭഗവാനാണ്. അപ്പൊ അതിന്റെ ക്രെഡിറ്റ് ആ വ്യക്തിക്ക് സഹായം കൊടുത്ത് ഭഗവാനാണ്. അപ്പൊ ക്രെഡിറ്റ് പോകേണ്ടത് ആർക്കാണ്? ഭഗവാന്. ഭഗവാൻ. ആ പക്ഷെ നമ്മൾ ഭഗവാന്റെ എടുക്കുന്നു. അത് നമ്മൾ എടുക്കുന്നു. ഭഗവാനെ മറന്ന് വളരെ കൺവീനിയന്റ് ആയിട്ട് മറന്ന് നമ്മൾ വരുന്നു. കണ്ടോ, ഞാൻ കാരണം എത്ര 3 കൊല്ലായിട്ട് ആ പ്രഭു അങ്ങനെ അച്ചാലും വെച്ചാലും നടക്കും ഒരു ജോലി ഇല്ലാണ്ട്. ഞാൻ കാരണം ആ ജോലി അയാൾക്ക് കിട്ടിയത്. ഭഗവാൻ എവിടെയും വന്നു അവിടെ ഇല്ല. അപ്പൊ അതാണ് പറയുന്നത്, നമുക്ക് നമ്മൾ പറയും നമുക്ക് ഭഗവാനോട് എന്തിനാ ഭഗവാനോട് അസൂയ, പക്ഷെ ഭഗവാനോട് അസൂയുണ്ട്. ഇങ്ങനെ ഇവിടെ അർജുനൻ അങ്ങനത്തെ യാതൊന്നുമില്ല. ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഡിവോട്ടിയാണ്. ഈവൻ യുധിഷ്ഠിര മഹാരാജനുണ്ട്, ഭീമുണ്ട്, നകുല സഹദേവനുണ്ട്. ഇതിലും വെച്ചിട്ട് അർജുനാണ് കൂടുതൽ അർഹത. കാരണം യു ആർ മൈ എറ്റേണൽ അസോസിയേറ്റ്. മറ്റൊരു ആണെങ്കിലും കൂടിയിട്ട് യു ആർ നെവർ എൻവിയസ് ഓഫ് മീ, യു ആർ മൈ പ്യൂർ ഡിവോട്ടി. ഈ 2 ക്വാളിറ്റീസ് ആണ് അർജുനന് ഉള്ളത്. അതുകൊണ്ടാണ് അർജുനനെ ഭഗവാൻ സെലക്ട് ചെയ്ത് ഈ നോളേജ് പകർന്നു കൊടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് ഒരാളോട് ചോദിക്കുകയാണ് ഭഗവാനോട് അസൂയുണ്ടോ ചോദിച്ചാൽ, നമ്മൾ പ്ലെയിൻലി നമുക്ക് പറയാൻ പറ്റും നമുക്ക് അസൂയ ഇല്ലാന്ന്. പക്ഷെ എങ്കിലും നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അസൂയുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെ മാറ്റിയെടുക്കാം? ഭാഗവതം പറയുന്നു സത്കർണ പീയൂഷ. അതായത് നമ്മുടെ കർണ എന്ന് പറഞ്ഞ ചെവി കൂടെ നമ്മളിത് കുടിക്കണം. എന്ത് കുടിക്കണം? ഭാഗവതം, ഭഗവാന്റെ ലീലകളെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം ഈ കർണത്തിൽ കൂടെ. പക്ഷെ സത്കർണമായിരിക്കണം, ശുദ്ധമായിട്ടുള്ള കർണം അല്ലേ? പക്ഷെ ശുദ്ധമായിട്ടുള്ള കർണം നമുക്കുണ്ടോ? സുമി മാതാജി, നമുക്ക് എല്ലാവർക്കും ശുദ്ധമായിട്ടുള്ള കർണം ഉണ്ടോ? എന്തായിരുന്നു പ്രഭുജി ശുദ്ധമായിട്ടുള്ള കർണം, ചെവി. ഇല്ല പ്രഭുജി. അതായത് നമ്മളുടെ ചെവി നമ്മൾ കേൾക്കാൻ എല്ലാം അർഹതപ്പെട്ട ആൾക്കാരാണോ? നമുക്ക് നമ്മൾ കുടിക്കാൻ പറയില്ലേ, നമ്മളിപ്പോ വെള്ളം കുടിക്കുക, നമ്മള് ഓക്കെ വായ കൊണ്ട് കുടിക്കുന്നു. പക്ഷെ ഭാഗവതം കുടിക്കുന്നത് എങ്ങനെ? ചെവി കൊണ്ട്. ആ ചെവി ശുദ്ധമായിരിക്കണം, പൊല്യൂട്ടഡ് ആവാൻ പാടില്ല. പക്ഷെ നമ്മുടെ ചെവി എങ്ങനെ അറിയോ? ഇപ്പോ ഈ നമ്മുടെ വീട്ടിലൊക്കെ ഫിൽറ്റർ കണ്ടിട്ടില്ലേ? ഫിൽറ്റർ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലെ? 3ഉം 4ഉം ഫിൽറ്ററൊക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം വരിക. വളരെ കുറേശ്ശേ വരുള്ളൂ. മറ്റേ സാധാ പൈപ്പിൽ വരുന്ന പോലെ അത്രയും ഫോഴ്സിൽ വെള്ളം വരില്ല. ആ ഫിൽറ്റർ വരുന്ന ആ പൈപ്പില് ഒരു ടീ വെച്ചിട്ട് സിവേജ് പൈപ്പിന്റെ കണക്ഷൻ കൊടുത്താൽ എന്തായിരിക്കും? എങ്ങനെ ഇരിക്കും? സിവേജ് വരുന്ന ആ വെള്ളത്തിന്റെ കണക്ഷൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഒരു സൈഡ് കൂടെ വളരെ നേരിയതായിട്ട് ഫിൽറ്റർ വാട്ടർ വരുന്നു, ഓക്കെ, അതിന്റെ ഇടയിൽ കൂടെ സിവേജ് വാട്ടറും കയറി വരുന്നു. എങ്ങനെ ഉണ്ടായിരിക്കും? സിവേജ് വാട്ടറിനായിരിക്കും ഇമ്പോർട്ടൻസ് വരിക കൂടുതൽ. 95% സിവേജ് വാട്ടർ നമുക്ക് കിട്ടുള്ളൂ. 5% ആ പ്യുവർ വാട്ടർ അതിൽ മിക്സ് ചെയ്ത് പോയി. പിന്നെ അതിൽ ഇല്ലേ? അതേപോലെ നമ്മുടെ കർണം നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാഴ്ച അല്ലെങ്കിൽ ഡെയിലി ഒരു മണിക്കൂർ അല്ലെങ്കിൽ ജപത്തിന് 2 മണിക്കൂർ, അങ്ങനെ 24 മണിക്കൂറിൽ 2-3 മണിക്കൂർ നമ്മൾ ചെലവഴിച്ചാലും ബാക്കി 21-22 മണിക്കൂർ നമ്മൾ എന്താണ്? TV, സോഷ്യൽ മീഡിയ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, പേപ്പർ, ഫിലിം, സ്പോർട്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആ കോൺഷ്യസ്നെസ്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ ആരായിട്ട് ഇടപഴകുന്നത്, ഇതെല്ലാം 24 മണിക്കൂറിൽ 22 മണിക്കൂറും 23 മണിക്കൂറും അങ്ങനത്തെ കാര്യം കൊണ്ട് നമുക്കൊന്നും മനസ്സാവില്ല. നമ്മുടെ ശുദ്ധിയാവില്ല, സത്കർണമാവില്ല അത്. അപ്പോ ആ സിവേജ് വാട്ടർ കണക്ഷൻ നമ്മൾ അവിടെ കട്ട് ചെയ്യണം. എന്നാലേ പ്യുവർ വാട്ടർ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോ 1 മണിക്കൂർ നമ്മൾ കേട്ടു, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്താണ് കൂടുതലും അനാവശ്യമായിട്ടുള്ള നമ്മളെ തന്നെ ജസ്റ്റിഫൈ, അത് അനാവശ്യമല്ല, നമുക്ക് ആവശ്യമുണ്ട്,
നമ്മൾ സൊസൈറ്റി ജീവിക്കുന്നതാണ്, അതറിയണ്ടേ ഇതറിയണ്ടേ, ഓക്കെ, അങ്ങനെ പറഞ്ഞ് നമ്മളെ തന്നെ കബളിപ്പിക്കും, ഇൻക്ലൂഡിങ് മീ, എവരിബഡി, അല്ലേ? അതിപ്പോ നമ്മളുടെ ആക്ച്വലി ആവശ്യമില്ലാത്ത കാര്യമായിരിക്കും, പക്ഷെ അതൊരു നമ്മൾ സോഷ്യൽ ആയിട്ട് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതല്ലേ? യെസ്, അറിഞ്ഞിരിക്കേണ്ട. ടു ദ എക്സ്റ്റെൻഡ് ഇറ്റ് ഈസ് റിക്വയർഡ് യു ഷുഡ് നോ. പക്ഷെ അതിന് അങ്ങനെ ലിമിറ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ അത് നമ്മൾ ഇന്റർനെറ്റ് സർഫ് ചെയ്യുന്ന പോലെ ഇരിക്കും. ഒന്ന് കണ്ടാൽ അതിന്റെ പിന്നാലെ വേറെ ഒന്ന്, അതിങ്ങനെ പോപ്പപ്പ് ചെയ്യും, അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവസാനം 5 മിനിറ്റിന് എന്തെങ്കിലും കാര്യം നോക്കുന്നതായിരിക്കും, അത് 5 മണിക്കൂറായിട്ട് മാറും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ മോളിലൊക്കെ പോയിട്ട് ഒരു ഐറ്റം 2 ഐറ്റം മേടിക്കാൻ വേണ്ടി പോകുന്ന ഒരു ട്രോളി ഫുള്ളായിട്ട് മേടിച്ചു കൊണ്ടിരും, ഇല്ലേ? അങ്ങനെ അനുഭവം ഇല്ലേ എല്ലാവർക്കും? എനിക്കുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോകും, എന്തെങ്കിലും ഒരു ഐറ്റം, നല്ല ബ്രെഡോ പാലോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും മേടിക്കാനായി പോകും. പക്ഷെ പോകുമ്പോ അത് മാത്രം മേടിക്കില്ല, ബാക്കിയെല്ലാം മേടിച്ചു കൊണ്ടിരും. അതേപോലെയാണ് ഇപ്പൊ നമ്മളുടെ ആ ചെവി, നമ്മുടെ കർണം ഉപയോഗിക്കേണ്ടത്. അത് സത്താക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് സതതം കീർത്തനം തോമാം കീർത്തനീയ സദാഹരി നിത്യം ഭാഗവത സേവയ. മറ്റത് വളരെ വളരെ അത് കുറച്ചുകൊണ്ടേരും. അങ്ങനെ കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭൗതിക തലത്തിലുള്ള കാര്യങ്ങളുടെ ആ രുചി കുറയും, ഇതിൽ കൂടും ആധ്യാത്മിക കാര്യങ്ങളിൽ. അങ്ങനത്തെ ചെവി അപ്പൊ ഒരു ആക്ച്വലി പറയുന്നത്, ആ ശ്ലോകത്തിൽ പറയുന്നത്, ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ മതി നമ്മളുടെ ആ കർണം ശുദ്ധമാവും, ഒറ്റ പ്രാവശ്യം കേട്ട. പക്ഷെ എന്താണ്, അത് കേട്ടിട്ട് കഴിഞ്ഞ ഉടനെ നമ്മൾ മറ്റത് കച്ചറ നിറയ്ക്കുകയാണ്, അപ്പൊ അതിന്റെ ഫലം പോയി. അത് നിറച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ ഇപ്പോഴത്തെ കാണുന്ന ഒരുപാട് അൺവാണ്ടഡ് ഇൻഫർമേഷൻ അതിനെ ഓവർ പറയാണ് കുറച്ച് കേൾക്കുന്നതിന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭഗവാൻ പറയുന്നത്, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹാഡ് സെഡ്, മൈ ഡിയർ അർജുന, ബിക്കോസ് യു ആർ നെവർ എൻവിയസ് ഓഫ് മീ. ഒരിക്കലും എന്നോട് അസൂയയില്ല. ഐ ഷാൽ ഇംപാർട്ട് ടു യു ദിസ് മോസ്റ്റ് കോൺഫിഡന്റ് നോളേജ് ആൻഡ് റിയലൈസേഷൻ. ഞാൻ അർജുന തനിക്ക് ഈ അറിവ് പകർന്നു തരാം. നോയിങ് വിച്ച് യു ഷാൽ ബി റിലീവ്ഡ് ഓഫ് ദ മിസറീസ് ഓഫ് മിസറീസ്. അപ്പൊ ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക ലോകത്തിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തരാവും നമ്മളെല്ലാവരും. അപ്പൊ ആ അറിവാണ് ഭഗവാൻ ഇനി പറഞ്ഞു തരാൻ പോണത്. ഇത് ഒരു സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും കിട്ടാത്ത നോളജാണ്. As a devotee hears more and more about the Supreme Lord, he becomes enlightened. This hearing process is recommended in the Srimad Bhagavatam. ഇതാണ് ഈ ഹിയറിംഗ്. ആദ്യം എന്താണ്? ശ്രവണം. ആദ്യം ശ്രവണം. So this hearing process is recommended in Srimad Bhagavatam. The messages of the Supreme Personality of Godhead are full of potencies, and these potencies can be realized if topics regarding the Supreme Godhead are discussed among devotees. This cannot be achieved by the association of mental speculators or academic scholars, for it is realized knowledge. ഒരിക്കലും ഇത് ഭൗതിക തലത്തില് ഇന്ദ്രിയ ഭോഗത്തിൽ മുഴുകിയിരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ സഹവസിച്ചാൽ കിട്ടാത്തതാണ്. ഇത് ആരുടെ കൂടെ നമ്മൾ സഹവസിക്കണം? എമംഗ് ഡിവോട്ടീസ്, ഭക്തന്മാരുടെ. അതുകൊണ്ടാണ് ഈവൻ എമംഗ്സ് ഡിവോട്ടീസ് നമുക്ക് ഒത്തുചേർന്ന് പോകാൻ പറ്റില്ലെങ്കിലും കൂടിയിട്ട് somehow we should be in their association. മറ്റേ അസോസിയേഷൻ നമുക്ക് നന്നായി തോന്നും, കാണിച്ചത് നമ്മൾ പറയുന്നതിലൊക്കെ അവരെല്ലാം യെസ് മൂളും. മെറ്റീരിയൽ അസോസിയേഷൻ ഓക്കെ, നമ്മൾ പറയുന്നതിനൊക്കെ അവർ യെസ് മൂളും. കാരണം എന്താണ്? നമ്മളുടെ പ്രീതി പറ്റിപ്പെടുത്താൻ വേണ്ടി. പക്ഷെ നമ്മൾ തെറ്റ് ചെയ്താലും യെസ്, കുഴപ്പമൊന്നുമില്ല, ചലേക. അത് ഡേഞ്ചറസ് ആണ്. ഇവിടെ നമ്മളെ ശാസിക്കാൻ, ശകാരിക്കാൻ, കറക്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും ഡിവോട്ടിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ
അത് തെറ്റാണെങ്കിൽ മറ്റുള്ളൊരു പോയിന്റ് എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അപ്പോ അതുകൊണ്ട് ഈവൻ ദോ വി മെ നോട്ട് ലൈക്ക് ഇറ്റ് ബട്ട് സ്റ്റിൽ റിമെയിൻ ഇൻ ദ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്. നമ്മളെ കറക്റ്റ് ചെയ്യാനും നമ്മളെ വേണ്ടുന്ന വിധത്തിൽ ഗൈഡ് ചെയ്യാനും അത് ഡിവോട്ടീസിന് പറ്റും. മറ്റൊരു അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പിടും, നമ്മൾ ചെയ്യുന്നതിന് യെസ് മൂടും. അതുകൊണ്ട് അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ അതാണ് പറയുന്നത്, ദിസ് ക്യാൻ ബി റിയലൈസ്ഡ് ഓൺലി വെൻ വി ആർ എമംഗ്സ് ദ ഡിവോട്ടീസ്. ദിസ് കനോട്ട് ബി അച്ചീവ്ഡ് ബൈ ദ അസോസിയേഷൻ മെന്റൽ സ്പെക്കുലേറ്റേഴ്സ്, മെന്റൽ ജ്ഞാനം, പിന്നെ അക്കാഡമിക് സ്കോളേഴ്സ്. അവരുടെ ഇടയിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പ്രഭാത പിന്നെ വളരെ ഇതായിട്ട് പറയുന്നുണ്ട്, അടിവരയിട്ടിട്ട് പറയുന്നുണ്ട്. The devotees are constantly engaged in the Supreme Lord service. The Lord understands the mentality and sincerity of a particular living entity who is engaged in Krishna consciousness and gives him the intelligence to understand the science of Krishna in the association of devotees. അപ്പോൾ ഭഗവാൻ നമ്മളുടെ ആ സിൻസിയറിറ്റിയും നമ്മളുടെ മെന്റാലിറ്റിയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ദദാമി ബുദ്ധിയോഗം തം ഏനമാം ഉപയാന്തിയത്. അപ്പൊ നമ്മൾ സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഭഗവാൻ അത് മനസ്സിലാക്കാനുള്ള, അത് റിയലൈസ് ചെയ്യാനുള്ള ആ ബുദ്ധി നമുക്ക് തരും. അല്ല, നമുക്ക് സ്പിരിച്വലി ഇൻക്ലൈൻഡ് അല്ല, ഭോഗവാഞ്ചയാണ്, ഓക്കെ, ഭോഗം ചെയ്യാനുള്ള ആഗ്രഹമാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ആ ബുദ്ധിയും തരും. രണ്ടിനും തഥാസ്തു. അപ്പൊ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ് ഭഗവാൻ, നമ്മളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ട് അതിനെ. അപ്പൊ നമ്മളുടെ ആഗ്രഹം ഭൗതിക ലോകത്തിലെ സുഖം തേടി പോകുന്ന ആഗ്രഹമാണെങ്കിൽ ഭഗവാൻ ഇമ്മീഡിയറ്റ്ലി അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യും. ആരെ അറേഞ്ച് ചെയ്യും? മായാദേവി അറേഞ്ച് ചെയ്യും. ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി അറേഞ്ച് ചെയ്യും. കാരണം വെച്ചാൽ തന്റെ മക്കളെ ഒരിക്കലും ഭഗവാൻ കമ്പൽ ചെയ്യില്ല, നിർബന്ധിക്കില്ല. ഒരു മകനോടോ ഒരു മകളോടോ അച്ഛനോ അമ്മയോ അയ്യോ എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പറയൂ, അയ്യോ എന്നെ സ്നേഹിച്ചേ പറ്റൂ, ഫോഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് സ്വമേധയാൽ വരണം. അതേപോലെ ഭഗവാൻ അതാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, ഭഗവാനെ സ്നേഹിക്കാം, സ്നേഹിക്കാതിരിക്കാം. ഒരിക്കലും ഭഗവാൻ നിർബന്ധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ആഗ്രഹം എന്താണോ അത് നടന്നോട്ടെ. അത് കഴിഞ്ഞ് അതെല്ലാം നമ്മൾ പൂർത്തീകരിച്ച് അതിൽ നമുക്ക് മടുപ്പ് വന്ന് അതിൽ നിന്ന് പിന്മാറി നമ്മൾ ഭഗവാനിലേക്ക് വരുമ്പോൾ ഭഗവാൻ അതിനുള്ള അറേഞ്ച്മെന്റും ചെയ്യും. അപ്പോൾ ഭഗവാന്റെ വിപരീതമായിട്ട് ഭോഗവാഞ്ച ചെയ്യുന്ന ആൾക്കാരെ ഭഗവാൻ ആരെ ഏൽപ്പിക്കും? ഭഗവാന്റെ ബഹിരാംഗ ശക്തി ഏൽപ്പിക്കും, മായാദേവി. എത്ര വേണമെങ്കിലും ആഗ്രഹിച്ചോളൂ, എല്ലാം എടുത്ത് ഒരു ദിവസം എന്നെ ഓർക്കും, അതിനുള്ള സംവിധാനം ഞാൻ ചെയ്യാം. അപ്പൊ ഭഗവാനോട് ആ ഒരു ഇൻക്ലിനേഷൻ വരുമ്പോൾ, ഭഗവാനോടുള്ള അടുക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ദൗത്യം യോഗമായിക്ക് കൊടുക്കും, ഭഗവാന്റെ ഇന്റേണൽ പൊട്ടൻസിക്ക്. അതാണ് ഭഗവാൻ പറയുന്നത്, മഹാത്മാനസ്തു മാം പാർത്ത ദേവീം പ്രകൃതിമാശ്രിത ഭജന്തി അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിം അഭയം. മഹാത്മാക്കളാണ് അങ്ങനത്തെ ആൾക്കാർ. ഏത് പ്രകൃതിയിൽ വരുന്നത്? തൻ്റെ ഇന്റേണൽ പൊട്ടൻസിയില് ഭഗവാനെ സേവനം ചെയ്ത് തൃപ്തി അടയുന്ന ആൾക്കാരെ മഹാത്മാക്കള് എന്ന് പറയുന്നു, അല്ലേ? അവരാണ് മഹാത്മാക്കൾ. അപ്പോ ഭഗവാന്റെ ഭക്തന്മാരെ യോഗമായ കൺട്രോൾ ചെയ്യും, ഗൈഡ് ചെയ്യും, റേദർ നോട്ട് കൺട്രോൾ, ഗൈഡ് ചെയ്യും. ഭഗവാന്റെ അഭക്തന്മാരെ മഹാമായ കൺട്രോൾ ചെയ്യും. അതാണ് ഈ നമ്മളെപ്പോഴും ഭക്തന്മാരുടെ ഇടയിലുണ്ടായിരിക്കണം, ഭക്തന്മാരുടെ സത്സംഗത്തിലായിരിക്കണം. ഈവൻ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം വെച്ചാൽ നമ്മുടെ ഒരാള് ശകാരിക്കുന്നതോ കറക്റ്റ് ചെയ്യുന്നതോ ഇത് പൊതുവെ സഹജമാണ്, അല്ലേ? ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അതിനെ ഒരു തെറ്റ് കണ്ടുപിടിക്കുക, അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് സാധാരണ, എസ്പെഷ്യലി നമ്മളുടെ ഈക്വൽ ആയിട്ടുള്ള ആൾക്കാരോ നമ്മളുടെ താഴ്ന്ന ആൾക്കാരോ അല്ലെ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിച്ചാൽ നമുക്കത് സഹിക്കില്ല. പിന്നെയും കുറച്ച് മുതിർന്ന ആൾക്കാര് കുറച്ച് സീനിയർ ആണെങ്കിൽ
അധികം എതിർത്ത് പറയില്ല, കുറച്ച് മിണ്ടാണ്ടിരിക്കും, പക്ഷെ എങ്കിലും മനസ്സിലുണ്ടാവും. അപ്പൊ അത് അങ്ങനെ സംഭവിച്ചാലും ശരി, എപ്പോഴും ആൾവേസ് ട്രൈ ടു റിമെയിൻ ദ അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ്. മെറ്റീരിയലി എത്ര വളരെ നല്ല ആൾക്കാരാണ് ശരി, മെറ്റീരിയലി ഇഫ് ദേ ആർ നോട്ട് ഡിവോട്ടീസ്, അങ്ങനത്തെ സത്സംഗിൽ പോയാൽ നമ്മൾ പതുക്കെ പതുക്കെ എന്താവും, നമ്മുടെ ഭഗവാനിൽ നിന്നും അകന്നു പോകും. അകന്നു പോകും ആണ് സത്സംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. നെറ്റർ ഓഫ് ഇൻസ്ട്രക്ഷനിൽ 2 ശ്ലോകത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കും അല്ലേ? 2-3 ശ്ലോകത്തിൽ എന്താണ്? അത്യാഹാര പ്രയാസശ്ച പ്രജൽപോ നിയമാഗ്രഹ ജനസംഘശ്ച. ജനസംഘ എന്താണ്? ഒരു ജനസംഘം വേൾഡ്ലി പീപ്പിൾ, മെറ്റീരിയലി ഓറിയന്റഡ് പീപ്പിൾ, അത് നമ്മൾ ത്യജിക്കണം. പിന്നെ 3-ാമത്തെ ശ്ലോകത്തിൽ ഉത്സാഹ നിശ്ചയധൈര്യ തത്തത് കർമ്മ പ്രവർത്തന സംഘത്യാഗോധം സദോഗതി. സംഘം ത്യജിക്കണം. ഏത് സംഘം? വേൾഡ്ലി അസോസിയേഷൻ. അപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ അസോസിയേഷൻ, വേൾഡ്ലി അസോസിയേഷൻ, മെറ്റീരിയൽ അസോസിയേഷൻ. അത് നമ്മളെ താഴത്തേക്ക് കൊണ്ടുപോകും, മുകളിലേക്ക് ഉദ്ധരിക്കില്ല. വിൽ ഗ്ലൈഡ് ഡൗൺ, അധമം, അധമത്തിലേക്കാണ് പോകുക. So discussion of Krishna is very potent, and if a fortunate person has such association and tries to assimilate the knowledge, then he will surely make advancement towards spiritual realization. ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ധാമം, ഭഗവാന്റെ നാമം, ഭഗവാന്റെ പാരഫെർനാലിയ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ വളരെ പൊട്ടന്റ് ആണ് അതൊക്കെ. അപ്പൊ ഒരു ഭാഗ്യവാൻ മാത്രമേ, ഭാഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള ആ കഴിവുണ്ടാവുള്ളൂ. അങ്ങനെ ആ കാര്യങ്ങൾ നമ്മൾ കൂടെ ഇടുമ്പോൾ നമുക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് തീർച്ചയായിട്ടും ഉണ്ടാവും. അങ്ങനെ സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരവും ഉണ്ടാവും. ലോർഡ് കൃഷ്ണ, in order to encourage Arjuna to higher and higher elevation in his potent service, described in this 9th chapter matters more confidential than any he has already discussed. അപ്പോൾ ഇതേവരെ ചർച്ച ചെയ്തിട്ടുള്ള അതിനേക്കാളും ഏറ്റവും മുകൾ തട്ടിലുള്ള ആ ഒരു ജ്ഞാനമാണ് ഭഗവാൻ കൃഷ്ണൻ അർജുനോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. The very beginning of Bhagavad Gita, the first chapter, is more or less an introduction to the rest of the book. ആദ്യത്തെ ആ അധ്യായം എന്താണ്? ഒരു ഇൻട്രോ ആണ്, ഇൻട്രൊഡക്ഷൻ അല്ലേ? And in the second and third chapters, the spiritual knowledge described is called confidential. 2-ാമത്തെയും 3-ാമത്തെയും ചാപ്റ്ററിൽ തന്നിരിക്കുന്ന ആ ജ്ഞാനം കോൺഫിഡൻഷ്യൽ, അതായത് വളരെ സീക്രട്ട് ആണ്. Topics discussed in the 7th and 8th chapters are specifically related to devotional service. 7th and 8th, 7-ഉം അതിൽ കൂടുതലും എന്താണ്? ഭക്തിയുത സേവനത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 6-6-6, 3-6-18 അല്ലേ? ആദ്യത്തെ 6, മിഡിലത്തെ 6, അവസാനത്തെ 6. ആദ്യത്തെ 6 കർമ്മയോഗം, അവസാനത്തെ 6 ജ്ഞാനയോഗം, മിഡിലത്തെ 6 ഭക്തിയോഗം. അങ്ങനെയാണ് പ്രധാനപ്പെട്ടത്. എല്ലാറ്റിലും ഭക്തിയുണ്ട്, എല്ലാറ്റിലും എല്ലാം ഉണ്ട്, പക്ഷെ പ്രിഡോമിനന്റ്ലി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ സ്പെസിഫിക്കലി ഇവിടെ പ്രഭുപാദ് പറയുന്നു, topics discussed in the 7th and 8th chapters are specifically related to devotional service. And because they bring enlightenment in Krishna consciousness, they are called more confidential. But the matters which are described in the 9th chapter deal with unalloyed pure devotion. Therefore, this is called the most confidential. 7th and 8th, more confidential. 9th, most confidential. അത് അൺഅലോയ്ഡ് പ്യൂർ ഡിവോഷൻ. എന്താ അൺഅലോയ്ഡ് എന്ന് പറഞ്ഞാൽ? അലോയ് ചേർക്കാത്തത് അല്ലേ? പ്യൂർ ആയിട്ടുള്ളത്. ഇപ്പോ സ്റ്റീൽ ആണെങ്കിൽ അത് പ്യൂർ സ്റ്റീൽ ആയിരിക്കണം, വേറെ ഒരു ലോഹം അതിൽ ചേർക്കാൻ പാടില്ല. അതേപോലെ ഗോൾഡ് ആണെങ്കിൽ പ്യൂർ ഗോൾഡ് ആയിരിക്കണം, വേറൊരു ലോഹം അതിൽ ചേർക്കാൻ പാടില്ല. നമ്മളുടെ ഭക്തിയും അങ്ങനെ ആയിരിക്കണം, അൺഅലോയ്ഡ്. ഇപ്പോൾ നമ്മളുടെ ഭക്തി അലോയ്ഡ് ആണ്. കാരണം
എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഒരുപാട് ചേർക്കുന്നുണ്ട്. മറ്റുള്ള പ്രോസസ്സസ്, മറ്റുള്ള ഫിലോസഫി, അല്ലേ, മറ്റുള്ള സിദ്ധാന്തങ്ങൾ, മറ്റുള്ള പ്രാക്ടീസസ്, ഇതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഭഗവാൻ ആഗ്രഹിക്കുന്ന എന്താണ്? പ്യൂർ. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസിദ്ധ. അഹൈതുകി അപ്രതിഹത, അഹൈതുകി, വിത്തൗട്ട് എനി മോട്ടിവേഷൻ, without any stoppage, continuous. അപ്പോൾ മാത്രമേ ആത്മാവിന് സംതൃപ്തി കിട്ടുള്ളൂ. അൺഅലൈഡ് ആയിരിക്കണം, ഒരു മിക്സറും പാടില്ല. നമ്മളിപ്പോ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്, ഈ 9th ചാപ്റ്റർ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? അൺഅലോയ്ഡ് പ്യൂർ ഡിവോഷൻ. 100%. ഈവൻ ഗോൾഡ് ഇവിടെ കിട്ടുന്നത് 100% അല്ല, 99.99 ഒക്കെ. ഓക്കെ, ചിലതൊക്കെ 22 ക്യാരറ്റ്, ചില 18 ക്യാരറ്റ്, ചില 14 ക്യാരറ്റ്, എല്ലാം മിക്സ് ഉണ്ട്. ഈവൻ പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് 100% എവിടെയും കാണില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും ഗോൾഡിൽ നിങ്ങൾ എഴുതി 100% പ്യൂരിറ്റി ഇല്ല. അതിലും കൂടി 99.99 ഉള്ളൂ. 0.001 അപ്പോഴും അവിടെ ബാക്കിയുണ്ട്. തങ്കം എന്ന് പറയുന്ന ആ ഗോൾഡിന് 100% എവിടെയും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിന്റെ പ്യൂരിറ്റി 99.99 ഉള്ളൂ. പക്ഷെ ഇവിടെ ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ അടുത്ത് പ്യൂർ ഡിവോഷൻ സർവീസ് 100%, unalloyed, unflinching faith. So, and because they bring enlightenment in Krishna consciousness, they are called more confidential. But the matters which are described in the 9th chapter deal with unalloyed pure devotion. Therefore, this is called the most confidential. One who is situated in the most confidential knowledge of Krishna is naturally transcendental. Transcendental എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ 3 ഗുണത്തിൽ നിന്നും മുകളിൽ നിൽക്കുന്നത്. He therefore has no material pangs, although he is in the material world. അങ്ങനത്തെ ആൾക്കാർ, ശുദ്ധഭക്തന്മാർക്ക് ഭൗതിക തരത്തിലുള്ള ക്ലേശങ്ങളെ അവരെ ബാധിക്കില്ല, അവർക്ക് വരില്ല എന്നല്ല, അവരെ എഫക്റ്റ് ചെയ്യില്ല. ഭൗതിക ലോകത്തിൽ ആരുണ്ടോ എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും. അവരെ അതിനൊന്നും അവർ ചെവി കൊടുക്കില്ല, കണ്ണ് കൊടുക്കില്ല. കാരണം ഇത് ഭൗതിക ലോകം അങ്ങനെയാണ്, എ പ്ലേസ് ഫുൾ ഓഫ് മിസറീസ് ആണ്. പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള ശക്തി അവർക്ക് ഭഗവാൻ കൊടുക്കുന്നു. So, one who is situated in the most confidential knowledge of Krishna is naturally transcendental. He therefore has no material pangs, although he is in the material world. ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും കൂടിയിട്ട് he is in the material world, but he is not of this material world. In the Bhakti Rasamrita Sindhu, it is said that although one who has sincere desire to render loving service to the Supreme Lord is situated in the confidential state of middle existence, he is to be considered liberated. Bhakti Rasamrita Sindhu, Rupa Goswami പറയുന്നത്, although one who has a sincere desire to render loving service to the Supreme Lord is situated in the conditional state of middle existence. ആർക്കാണോ ഭഗവാനെ പൂർണ്ണമായിട്ടും ഭഗവത് സേവനത്തില് സേവ ചെയ്യേണ്ട ആഗ്രഹമുള്ളത്, ഈ ഭൗതിക ലോകത്തിലാണെങ്കിലും എന്താണ് അവര് ഇവിടെ എന്താ പറയണേ, is situated in the conditioned state of middle existence. Loving service to the Supreme Lord is situated in the conditional state of middle existence. He is to be considered liberated. അങ്ങനത്തെ ഒരു വ്യക്തിയെ എപ്പോഴും അതായത് മുക്തനായിട്ട് നമ്മൾ കാണണം. അവർ ഭൗതിക ലോകത്തിലാണ് എങ്കിലും കൂടിയിട്ട് അവർ മുക്താത്മാക്കളാണ്. Similarly, we shall find in the Bhagavad Gita 10th chapter that anyone who is engaged in that way is liberated person. അങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി അത് ഈസ് ടോട്ടലി ലിബറേറ്റഡ്, മുക്താത്മാവാണ് എന്ന് പറയുന്നത്. Now this first verse has specific significance. The words idam jnanam, this knowledge, refer to pure devotional service, which consists of 9 different activities.
ഹിയറിംഗ്, ചാൻഡിങ്, റിമെമ്പറിംഗ്, സെർവിംഗ്, വർഷിപ്പിംഗ്, പ്രേയിങ്, ഒബേയിങ്, മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് സറണ്ടറിങ് എവറിഥിങ്. അത് പ്രഹ്ലാദ് മഹാരാജ് ഇപ്പൊ നമുക്ക് പറഞ്ഞു തന്നെ നവവിധ ഭക്തി: ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. പ്യുവർ ഡിവോഷൻ സർവീസ്. ഈ 9 ആക്ടിവിറ്റീസ് നമ്മുടെ എപ്പോഴും പൂർണ്ണമായിട്ടും സജീവമായിട്ട് നിൽക്കുന്നു. അതിനെ പ്യുവർ ഡിവോഷൻ സർവീസ് എന്ന് പറയുന്നത്. When by the practice of these 9 elements of devoted service, one is elevated to spiritual consciousness, Krishna consciousness. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. Okay, in the association of devotees, slowly and gradually will be elevated to spiritual consciousness or Krishna consciousness. When one's heart is thus cleared of material contamination, one can understand these signs of Krishna. അപ്പോൾ അങ്ങനെ നമ്മളുടെ മനസ്സ് എപ്പോഴാണോ ശുദ്ധമാവുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ഭഗവാന്റെ ഈ തത്വങ്ങള്, സിദ്ധാന്തങ്ങള് മനസ്സിലാക്കുള്ളൂ. വൺ കൺ അണ്ടർസ്റ്റാൻഡ് സയൻസ് ഓഫ് കൃഷ്ണ. ശാസ്ത്രം മനസ്സിലാക്കാൻ പറ്റും. Simply to understand that living in it is not material is not sufficient. That may be the beginning of spiritual realization, but one should recognize the difference between activities of the body and the spiritual activities of one to understand that this is not the body. അപ്പൊ നമ്മള് ജസ്റ്റ് ആ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ ഭഗവാൻ പറയുന്നില്ല ഒരുപാട് ശ്ലോകത്തിലൂടെ, വി ആർ നോട്ട് ദ ബോഡി, വി ആർ ദ സോൾ, സോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതെല്ലാം പറഞ്ഞ് നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് തിയററ്റിക്കലി മനസ്സിലായെങ്കിലും അത് പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യാത്തോടത്തോളം കാലം നമുക്ക് ഈ ആധ്യാത്മികമായിട്ടുള്ള അഭിവൃദ്ധി, പുരോഗതി ഉണ്ടായിരിക്കില്ല. അപ്പൊ അതൊരു തുടക്കം മാത്രമാണ് അല്ലെ. തിയറി അറിയുന്നത് തുടക്കം മാത്രം, പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണം. അതാണല്ലോ പ്രാക്ടിക്കൽ സെഷൻസ് കോളേജിലുമൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ തിയറി അറിയാം, ആ തിയറി കൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അത് പ്രാക്ടിക്കലി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ, എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ശരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ ദാറ്റ് മേ ബി ദ ബിഗിനിങ്. അപ്പൊ നമ്മുടെ ഒരു ബിഗിനിങ് സ്റ്റേജിന് യെസ് ആദ്യം തിയറി പറഞ്ഞു കൊടുക്കുക, പിന്നെ പതുക്കെ പ്രാക്ടിക്കൽ. But one should recognize the difference between activities of body and the spiritual activities of one who understand that he is not the body. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഒരു ഫിസിക്കൽ ലെവലിലാണ്. ഫിസിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ. അപ്പോൾ അതിനെ എങ്ങനെ പുഷ്ടിപ്പെടുത്തണം, അത് നമ്മുടെ ശരീരത്തിന് എങ്ങനെ തൃപ്തി കൊടുക്കണം, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെ തൃപ്തി കൊടുക്കണം, അതിനുപരിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല. സ്കൂളിലും കോളേജിലും ഒക്കെ അതന്നെ പഠിപ്പിക്കുന്നു, ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. ഈ ശരീരത്തിനും ഈ ഏതൊരു ശാസ്ത്രജ്ഞനും ശരി, ഏതൊരു വലിയ എക്സ്പെർട്ട് ഡോക്ടേഴ്സ് ആണെങ്കിലും ദേ കനോട്ട് ഗോ ബിയോണ്ട് ദ ഫിസിക്കൽ നേച്ചർ ഓഫ് ദിസ് ബോഡി. അതിലുപരിയായിട്ട് പോകാൻ പറ്റുമോ? എത്ര വലിയ മെറ്റീരിയൽ സയന്റിസ്റ്റ് ആയാലും ശരി, അവർക്ക് മനസ്സിനെ പറ്റിയിട്ടോ ബുദ്ധിയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ ഈഗോയിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആത്മാവിനെ പറ്റിയിട്ടോ പറഞ്ഞു തരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. ശ്രീല പ്രഭുപാദ MIT പോയപ്പോ അവിടുത്തെ പ്രൊഫസേഴ്സിനോട് ചോദിച്ചു അത്രേ, സോ വെർ ഇസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് distinguishes soul from the body? And says that no, we don't have such department. എന്താ കാര്യം? We are not this body, we are the soul. സോളാണ് റിയൽ സെൽഫ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല. ഗ്രോസ് ആയിട്ടുള്ള നമ്മൾ കാണുന്നതല്ല നമ്മൾ. When we say he left the body, who is that person who left the body? Nobody knows. അപ്പോ ദ റിയൽ സെൽഫിനെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു കോളേജും ഒരു യൂണിവേഴ്സിറ്റീസും നമ്മുടെ ഈ ഭൂമിയിലില്ല. അതാണ് ഭഗവത്ഗീത പറഞ്ഞു തരുന്നത്. അപ്പൊ ഗ്രോസ് ഫിസിക്കൽ ലെവലിന് മീതെ നമ്മുടെ മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്, അഹങ്കാരമുണ്ട്. അതിനു മീതെയാണ് ആത്മാവ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു തരാനുള്ള ഒരു ടീച്ചേഴ്സും ഒരു അക്കാഡമിഷ്യൻസും നമ്മുടെ സ്കൂളിലോ കോളേജിലോ കാണില്ല.
So simply to understand that a living entity is not material, is not sufficient. നമ്മള് മെറ്റീരിയൽ അല്ല, നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്ന് മനസ്സിലായേണ്ട കാര്യമില്ല. ഭൂമി റാപ്പോ നലോ വായു കമ്മനോ ബുധരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്ന പ്രകൃതിദഷ്ടത, ഇതെല്ലാം ഭഗവാന്റെ സെപ്പറേറ്റഡ് എനർജിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ എനർജിയാണ്, ഭഗവാന്റെ ശക്തിയാണ്, ഇത് സെപ്പറേറ്റഡ് എനർജിയാണ്. That may be the beginning of spiritual realization, but one should recognize the difference between activities of the body and the spiritual activities of one who understands that he is not the body. In the 7th chapter, we already discussed the opulent potential of the Supreme Personality of Godhead, the different energies, the inferior and superior natures, and all these material manifestations. Now, in the chapter 9, the glories of the Lord will be delineated. അതായത് 7th ചാപ്റ്ററിൽ നമുക്ക് ഭഗവാന്റെ വിവിധ ശക്തികളെ പറ്റി പറഞ്ഞു തന്നു. ഏതൊക്കെയാണ് ഡിഫറെന്റ് എനർജീസ് ഭഗവാന്റെ? ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ നേച്ചർ. ഏതാണ് ഇൻഫീരിയർ, ഏതാണ് സുപ്പീരിയർ? ഭഗവാന്റെ ഇൻഫീരിയർ നേച്ചർ എന്താണ്? മായ, അതായത് എക്സ്റ്റേണൽ എനർജി മായ. സുപ്പീരിയറോ? സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ അന്തരാംഗ ശക്തി, ഭഗവാന്റെ രാധാറാണിയുടെ പൊട്ടൻസി. അപ്പം ഇൻഫീരിയർ നേച്ചർ എവിടെ കാണാം, നമുക്ക് എവിടെ കാണാൻ പറ്റും? ഈ മെറ്റീരിയൽ വേൾഡില്. സുപ്പീരിയറോ? സുപ്പീരിയർ സ്പിരിച്വൽ വേൾഡ്. ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും അല്ലെ പ്രഭുജി, സീരിയസ്ലി പ്രാക്ടീസ് ചെയ്യുന്നവരിലും അല്ലെ അവര് കണക്റ്റഡ് അല്ലേ? പ്രഭാതെ പോലുള്ള ആളുകള്, ശുദ്ധ ഭക്തന്മാരിൽ എവിടെയുണ്ടോ അവിടെ അവരെല്ലാം അണ്ടർ സുപ്പീരിയർ നേച്ചറാണ്. അതാണ് മഹാത്മാനസ് മാം പാർത്ത എന്നല്ല അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ദേവിഹേശ ഗുണമയി മമമായ ദുരത്തയ മാം ഏവയെ പ്രപദ്യന്റെ മായാം ഏതാം തരന്തിത്. എന്റെ മെറ്റീരിയൽ എനർജി സോ സ്ട്രോങ്, യു കനോട്ട് ഓവർകം ദാറ്റ്. ഓൺലി ദോസ് ഹു ഹാവ് സറണ്ടർഡ് അൺടു മീ ക്യാൻ ഓവർകം ദാറ്റ്. ഭഗവാൻ അത് പറയുന്നത്. ഭഗവാന്റെ രണ്ട് ശക്തിയും സ്ട്രോങ് ആണ്, മെറ്റീരിയൽ അതേപോലെ സ്പിരിച്വൽ, രണ്ടും സ്ട്രോങ് ആണ്. ആരാണ് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച് അവർക്ക് മാത്രമേ ഭഗവാന്റെ മെറ്റീരിയൽ നേച്ചറിനെ മറികടക്കാൻ പറ്റുള്ളൂ. മറ്റേ സ്പിരിച്വൽ നേച്ചർ ആൾറെഡി ആണ്, അപ്പൊ അവർക്ക് പ്രശ്നം വരുന്നില്ല. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷനാണ്, ഈതർ ബി ഇൻ മെറ്റീരിയൽ നേച്ചർ ഓർ ബി ഇൻ സ്പിരിച്വൽ നേച്ചർ. രണ്ടിലും കൂടി കളിക്കാൻ പറ്റില്ല, രണ്ട് ബോട്ടിലും കാലിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോ ഭഗവാന്റെ ആ മെറ്റീരിയൽ നേച്ചർ ഡിഫറെന്റ്, സുപ്പീരിയർ നമ്മുടെ നേച്ചറിലാണ്. ഇൻഫീരിയർ ആണോ സുപ്പീരിയർ ആണോ? ശക്തി, മാർജിനൽ പൊട്ടൻസി. ഓക്കെ, ദാറ്റ് ഇസ് അതൊരു റിയലി നമ്മള് ശരിക്കും ഇൻഫീരിയർ നേച്ചർ അല്ല സുപ്പീരിയർ നേച്ചർ ആണ്, പക്ഷെ നമ്മൾ കവേർഡ് ആണ്. അതെ, നമ്മള് സ്പിരിച്വൽ ആണ്. വി ആർ സോൾ, വി ആർ ആത്മ. Okay, that is Satchidananda. Actually, the living entities are actually under superior nature. But Mataji rightly said, as we are covered, conditioned, okay, we think, we are this body. Applana nammal ee mayada dil varunathu. We are conditioned. Nammal condition nu parayan kaaranam, we are under the clutches of Maya, external energy, supreme law. അതൊന്ന് പുറത്തു വരണം. ആക്ച്വലി വി ആർ സുപ്പീരിയർ ഇൻ നേച്ചർ, ബട്ട് വി ആർ അണ്ടർ ദ ക്ലച്ചസ് ഓഫ് മെറ്റീരിയൽ എനർജി വിച്ച് ഈസ് സോ സ്ട്രോങ്. വളരെ സ്ട്രോങ് ആണ്, നമ്മൾ വളരെ മൈന്യൂട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ മെറ്റീരിയൽ എനർജിയെ ഭഗവാനെ ശരണം പ്രാപിക്കാതെ അതിനെ മറികടക്കാൻ പറ്റില്ല. അപ്പൊ സ്പിരിച്വൽ നേച്ചർ, സുപ്പീരിയർ എനർജിയെ ആക്ച്വലി മെറ്റീരിയൽ എനർജിയെക്കാട്ടിലും സുപ്പീരിയർ ആണല്ലോ സ്പിരിച്വൽ, നമ്മുടെ ആത്മാവ്. പക്ഷെ അതിന്റെ അധീനതയിലാണ് നമ്മൾ വരുന്നത് ഇപ്പോ, അല്ലെ? നമ്മൾ മായയുടെ കീഴിലാണ്. കാരണം നമ്മളുടെ കണ്ടീഷൻ സ്റ്റേറ്റ് ആവുണ്ട്. ഒറിജിനൽ സ്റ്റേറ്റില് വി ആർ സുപ്പീരിയർ, കണ്ടീഷൻ സ്റ്റേറ്റില് വി ആർ ഇൻഫീരിയർ. ക്ലിയർ ആയോ?
അപ്പോൾ ഇത് 7th ചാപ്റ്ററിൽ നമ്മൾ ഭഗവാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സുപ്പീരിയർ നേച്ചർ, ഇൻഫീരിയർ നേച്ചർ, അതായത് മെറ്റീരിയൽ, അന്തരാംഗ ശക്തി, ബഹിരാംഗ ശക്തി, മാർജിനൽ, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ആൻഡ് ഓൾ ദ മെറ്റീരിയൽ മാനിഫെസ്റ്റേഷൻ. Now in the 9th chapter, now in chapter 9, the glories of the Lord will be delineated. ഭഗവാന്റെ മഹത്വം, ഭഗവാൻ ആരാണ്? അപ്പോൾ അതും ശക്തിയാണ്, ഇതും ശക്തിയാണ്. സുപ്പീരിയർ നേച്ചർ, അതായത് യോഗമായ അതും ശക്തിയാണ്. മെറ്റീരിയൽ നേച്ചർ അതും ഭഗവാന്റെ ശക്തിയാണ്. ഒന്ന് ഭൗതിക ലോകത്തിനെ കൺട്രോൾ ചെയ്യുന്ന, ഒന്ന് ആധ്യാത്മിക ലോകത്തിനെ. പക്ഷെ ഭഗവാൻ അതിലും പറയാണ്. ആ ഭഗവാന്റെ മഹത്വമാണ് 9th ചാപ്റ്ററിൽ വിവരിക്കുന്നത്. സോ നൗ in chapter 9 the glories of the Lord will be delineated. So the Sanskrit word anasuyave in this verse is also very significant. നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു. അനസൂയവേ, അതായത് അസൂയയില്ലാതെ, മുനിഷ്ഠില്ലാതെ, കുശുമ്പില്ലാതെ. Generally the commentators, even if they are highly scholarly, are all envious of Krishna, Supreme Personality of Godhead. പ്രഭുപാദ വളരെ ശരിക്കും എന്താ പറയാ, നല്ല കൊമ്പിലാണ് പിടിക്കുന്നത്. ജനറലി ദ കമന്റേറ്റേഴ്സ്, ഈവൺ ഇഫ് ദേ ആർ ഹൈലി, എത്ര വലിയ സ്കോളർലി ആയെങ്കിലും അവരെല്ലാം ഭഗവാൻ കൃഷ്ണനോട് അസൂയുള്ളവരാണ്. എന്നാണ് കാരണം പറയുന്നത്? ഈവൻ ദ മോസ്റ്റ് എറഡൈറ്റ് സ്കോളേഴ്സ് റൈറ്റ് ഓൺ ഭഗവത്ഗീത വെരി ഇനാക്യുറേറ്റ്ലി. അവര് ഭഗവത്ഗീത വ്യാഖ്യാനം എഴുതുമ്പോൾ ഭഗവാൻ കൃഷ്ണനെ മാറ്റിവെച്ച് അവര് കാര്യങ്ങൾ എഴുതും. ഭഗവാൻ കൃഷ്ണനെ വളരെ കൺവീനിയന്റ്ലി മാറ്റിവെക്കും. ഭഗവാൻ കൃഷ്ണന്റെ ഉള്ളിലുള്ള ആ ശക്തിയാണ് ഇതെല്ലാം പറയിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് indirect enviousness. So very inaccurately, because they are envious of Krishna, their commentaries are useless. അതുകൊണ്ടാണ് അങ്ങനത്തെ ഭഗവത്ഗീത വായിക്കുന്ന ഒരാൾക്കും ഒരു പരിവർത്തനം ഇല്ലാതെ വരുന്നത്. എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഒരു ശുദ്ധ ഭക്തന്റെ ഭഗവത്ഗീത വായിക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും, പരിവർത്തനം സംഭവിക്കും. ഇവിടെ മറ്റത് കൺഫ്യൂഷൻ കൂടുതലാക്കുള്ളൂ. ഒരുപാട് സൊസൈറ്റീസ് ഉണ്ട്, സ്പിരിച്വൽ സൊസൈറ്റീസ്. എല്ലാവരും ഡിഫറെന്റ് ഫിലോസഫീസ്. സെയിം ഭഗവത്ഗീത, ഒരേ ഭഗവത്ഗീതയിൽ തന്നെ അതേ ശ്ലോകങ്ങൾ എടുത്ത് ഡിഫറെന്റ് ഇന്റർപ്രിട്ടേഷൻസ്. ഇവിടെ പ്രഭുപാദ എത്ര സിമ്പിളായിട്ട് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ആ ഒരു രീതിയില്ലേ, എത്ര ഈസിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റതും ഈസിയല്ല മനസ്സിലാവാൻ. അങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കും. അതാണ് പ്രശ്നം. അതാണ് ഇവിടെ പ്രഭുപാദ പറയുന്നത്. അങ്ങനെയുള്ള കമന്ററീസ് വായിക്കുമ്പോൾ നമുക്ക് ഒരു പരിവർത്തനം ഉണ്ടാവില്ല. അവരെല്ലാവരും ചെറിയ ഒരു എൻവിയസ്നെസ് ഉണ്ട് ഭഗവാനോട്. No one can explain Bhagavad Gita or give perfect knowledge of Krishna if he is envious. ഭഗവാനെ പറ്റിയിട്ടുള്ള ഗ്ലോറിഫിക്കേഷൻ, ഭഗവാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ജ്ഞാനം ഒരു സാധാരണ വ്യക്തിക്ക്, എൻവിയസ് ഉള്ള അസൂയുള്ള ഒരു വ്യക്തിക്ക് അത് കൊടുക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക്. One who criticizes the character of Krishna without knowing him is a fool. Prabhupada is blunt. The one who criticizes the character of Krishna without knowing him is a fool, Vidyan. So such commentaries should be very carefully avoided for one who understands that Krishna is Supreme Personality of Godhead. The pure and transcendental personality, these chapters will be very beneficial. അത് ആർക്കാണത് ആക്ച്വലി കൂടുതൽ ബെനിഫിഷ്യൽ ആവുന്നത്? ശുദ്ധ ഭക്തന്മാർക്കും, അതായത് ദിവ്യ തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്കും വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. Hare Krishna. So let's stop here.
वाञ्छा कल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमः। अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेमानंद।